ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും കണക്റ്റ് ആവില്ല. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു അവസരത്തിൽ അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഒരു കണ്ടൻറ്റാണിത്. എന്താണ് ഈ വ്യക്തിക്ക് പറയാനുള്ളത്? അവരുടെ മനസ്സിലെ ചിന്തകളിലൂടെ അവരുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണിത്. അവരെക്കുറിച്ച് ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, യെസ്, ഇപ്പോൾ നിങ്ങളെ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനിൽ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ റീയൂണിൽ എത്തണമെന്ന് നിങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾ ഓൾറെഡി സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും ഒന്നിച്ച് പോകുന്നതിൻ്റെ ഒരു ഫീലിങ്സിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവും. രണ്ടുപേരുടെയും ഫീലിങ്സ് ആവാം. എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ സെപ്പറേഷനിലായത് ഒന്നിപ്പിക്കണം. ഇപ്പോൾ ഫിസിക്കലി നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ സെപ്പറേറ്റഡ് ആണ്. പക്ഷേ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. സോ ഒരിക്കലും ഒന്നിനും നിങ്ങളെ തമ്മിൽ പിരിക്കാനാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് അവർ ചില സീക്രട്സ് നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളറിയാത്തതായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവർ നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നേരിട്ട് കാണാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കണം, നിങ്ങളുടെ ആ വോയിസ് കേൾക്കണം. ഒത്തിരി നാളുകളായിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷനൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കാനായിട്ട്. ആൻഡ് നിങ്ങൾക്ക് ഒരു നല്ല കമ്മിറ്റ്മെൻറ്റ് ഇതുവരെ അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ലൈഫിൽ നിങ്ങളൊപ്പം ഉണ്ടാകണം എന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അവരും നിങ്ങളുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ബെറ്റർ പേഴ്സൺ എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. അവർക്ക് സ്വയം അവർക്കൊരു വാല്യൂ ഇല്ലാത്തതുപോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇനി ഒരിക്കലും അവർ മറ്റൊന്നിൻ്റെയും പിന്നാലെ പായില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന സമയങ്ങളിൽ ഒന്നും തന്നെ അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ, നിങ്ങളോട് സ്പെൻഡ് ചെയ്യാനൊന്നും ടൈം കണ്ടെത്തിയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റി പിന്നീടായപ്പോഴേക്കും എല്ലാം മങ്ങി മാഞ്ഞു പോയതായിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത്. ഈ വ്യക്തി മറ്റെന്തിൻ്റെയൊക്കെ പിന്നാലെ ഓടുന്നതായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അത് ഒരു പക്ഷേ അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്കായിരിക്കാം. പക്ഷേ അവർ നിങ്ങൾക്കൊരു സ്പേസ് കണ്ടെത്താനായിട്ട് ഒരിക്കലും ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് പക്ഷേ എപ്പോഴാണോ നിങ്ങൾ അവരെ വിട്ടുപോയത് ആ ഒരു സമയത്താണ് ശരിക്കും അവർക്ക് നിങ്ങളെ മിസ്സായത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ നൽകാനായിട്ട് ആ വ്യക്തി കഴിഞ്ഞില്ല. അതിലെല്ലാം അവർ ഒരു ടോട്ടൽ ഫെയിലിയർ ആയിരുന്നു എന്ന് തന്നെ അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് എപ്പോഴും ഇങ്ങനൊരു അകൽച്ച ഉണ്ടെങ്കിലും ആ ഒരു അകൽച്ച തുടങ്ങിയ സമയം മുതൽ അവർക്ക് നിങ്ങളോടൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്, ഈ ഒരു സാഹചര്യം കൊണ്ടുണ്ടാക്കിയ സ്ട്രെസ് എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവരാകെ തന്നെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടൊക്കെയാണ് അവർക്ക് ഫീൽ ആവുന്നത്. ആൻഡ് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രണ്ടു പേർക്കും ഒരുപോലെ ഹേർട്ട് ആവുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നിച്ച് ചേരാൻ കഴിയാത്തൊരു സാഹചര്യം, പരസ്പരം കോംപ്രമൈസ് ചെയ്ത് പോകാൻ കഴിയാത്ത സാഹചര്യം, ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കുന്ന സാഹചര്യം, ഇതൊക്കെ രണ്ടു പേർക്കും അവരുടെ ലൈഫിൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്കും അതേ, നിങ്ങളുടെ പേഴ്സണും അതേ സെയിം ഫീലിംഗ് തന്നെയാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് ഈ ഒരു സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളിൽ കൂടിയും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് രണ്ടുപേരും. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ചില ഹാബിറ്റ്സുകളുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തന്നെ പറയുന്നു അവരുടെ ചില ഹാബിറ്റ്സ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അവരുടെ ചില ഹാബിറ്റ്സ് മാറ്റിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിന് കഴിയുമോ എന്നവർ ചോദിക്കുകയാണ്. അവർക്ക് അതിനൊരു ഉറപ്പ് പറയാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അവർക്ക് ഒരുപാട് അധികം റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ തന്നെ ഉണ്ട് അവരുടെ ലൈഫിൽ. ഓൾറെഡി അവരുടെ ഫാമിലിയിൽ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിലോട്ടൊക്കെ അവർ കൂടുതലായിട്ട്
എന്താണ് അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. അവർക്കതിൽ എന്താണ് അവർക്ക് സൊല്യൂഷൻ പോലും കണ്ടെത്താത്ത കുറേയധികം പ്രോബ്ലംസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള കുറേ പേഴ്സൺസിനെ കാണുന്നുണ്ട്. അവർക്കും ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് എന്നുള്ളത്. പക്ഷെ അവരുടെ ഏറ്റവും അധികം സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ നിമിഷങ്ങളിലായിരുന്നു എന്നുള്ളത് അവർ എടുത്തു പറയുന്നുണ്ട്. അവർ ആ സന്തോഷകരമായ നിമിഷങ്ങളെയാണ് ഇപ്പോൾ ശരിക്കും അവരുടെ ലൈഫിൽ മിസ് ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. ആൻഡ് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും നിങ്ങളുടെ പ്രണയത്തെ സെപ്പറേറ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ല, ഒരു കാര്യത്തിനും കഴിയില്ല എന്നുള്ളതാണ്. എത്ര ഡിസ്റ്റൻസിൽ പോയാലും എത്ര കാലം മിണ്ടാതിരുന്നാലും പിണങ്ങിയിരുന്നാലും എങ്ങനെ ഒരു സെപ്പറേഷൻ കാരണം ഒരിക്കലും നിങ്ങളുടെ പ്രണയം ഇല്ലാതാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് എന്നാണ്. അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് അവർക്കൊരു അവസരം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ അത് തുറന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്പേസ് കാരണം അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കാരണം ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അവർക്ക് ശരിക്കും കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ അത് സഹായിച്ചു. അവർക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവരെ സഹായിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അവർ സ്വയം അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം ഹീൽ ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അവരെ സ്വയം കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അവർ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു റിസൾട്ടല്ല ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അവർ കൊടുത്ത ഒരു ഇൻപുട്ടിന് ഇത്രയും വലിയ നെഗറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം ഉണ്ടാകും എന്നവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർ പ്ലാൻ ചെയ്തത് വേറെ എന്തൊക്കെയോ ആയിരുന്നു, പക്ഷേ അവർക്ക് കിട്ടിയ ഫലങ്ങൾ മറ്റെന്തൊക്കെയോ ആയിരുന്നു. അത് ഈ ഒരു സെപ്പറേഷനൊക്കെ കാരണമായിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇതുവരെ സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടായി, പുതിയ സ്റ്റാർട്ടിങ് ഉണ്ടാവണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിപ്പോകണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ അവർ ചെയ്ത തെറ്റുകളിലും അവർ കാരണമാണ് ഇങ്ങനൊരു സെപ്പറേഷൻ ഉണ്ടായതെന്നുള്ളത് കൊണ്ടും അവർ ഒരുപാട് റിഗ്രറ്റ് ആവുന്നുണ്ട്. ആൻഡ് ഫൈനലി ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈ സെൽഫ് ബെറ്റർ. കുറച്ചുകൂടി നന്നായിട്ട് തന്നെ അവർ നിങ്ങളോട് അവരുടെ സ്നേഹവും പ്രശ്നങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. ഓക്കെ, അതെല്ലാം അവർ ആ സീക്രട്സ് എന്നൊക്കെ പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. അവർ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ടായതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് അതെല്ലാം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.